ചേരുംപടി ചേർക്കുക. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, ഡോൾഡ്രം, വെസ്റ്റേർലൈസ് 30 ഡിഗ്രിക്കും 60 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിൽ. ഉയർന്ന ഉപ ഉഷ്ണമേഖല കുതിര അക്ഷാംശം. താഴ്ന്ന ഉപധ്രുവം പോളാർ ഫ്രണ്ട്. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ബി, സി എന്നിവ ശരിയാണ്. 1:50,000 സ്കെയിലിലുള്ള ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന ഒരു നിലവാരമുള്ള ട്രോപ്പിക്കൽ മാപ്പാണ്. പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ടോപ്പോഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നു. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പ്രസ്താവന എ ശരിയാണ്. പുറംതോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിന്റെ ഇടുങ്ങിയ മേഖലയെ മൊഹൊറോവ്സ്ക് വിച്ഛേദനം എന്ന് പറയുന്നു. ചേരുംപടി ചേർക്കുക. ഇന്ത്യയുടെ ധാതുഹൃദയഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. സിർക്കോണിയം കേരള തീരം. ഇന്ത്യയുടെ കോട്ടോണോപോളിസ് മുംബൈ. ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത്? ഊർജ സ്രോതസ്സിന്റെ വികിരണം, ഊർജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം, സംപ്രേഷണവും സ്വീകരണവും പ്രോസസ്സിങ്ങും, വ്യാഖ്യാനവും വിശകലനവും. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ആൻസർ. ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രം ശാഖ ജിയോഡസി. ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ജിയോഡസി. ചേരുംപടി ചേർക്കുക. ആരവല്ലി നിരകൾ ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ. നർമ്മദ താഴ്വര, റിഫ്റ്റ് താഴ്വര. ഉപദ്വീപീയ പീഠഭൂമി 1600 കിലോമീറ്റർ. കിഴക്കൻ തീരം കാവേരി ഡെൽറ്റ. എല്ലാം ചേരുംപടി ചേർത്തതും ശരിയായ ആൻസേഴ്സ് ആണ്. ആരവല്ലി നിര ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ. നർമ്മദ താഴ്വര, റിഫ്റ്റ് താഴ്വര, ഉപദ്വീപീയ പീഠഭൂമി 1600 കിലോമീറ്റർ. കിഴക്കൻ തീരം കാവേരി ഡെൽറ്റ. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം ഏതാണ്? ജെറ്റ് സ്ട്രീം. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സംവിധാനമാണ് ജെറ്റ് സ്ട്രീം. ജെറ്റ് സ്ട്രീം ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഉയർന്ന സംവഹന സംവിധാനമാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ ലിംഗാനുപാതം 964. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്നത് ആകെ ഉണ്ടായേക്കാവുന്നതിൻ്റെ നിശ്ചിത ശതമാനമാണ്. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. ആപേക്ഷിക ഈർപ്പം കൂടുതൽ ഉള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ചു ജലം മാത്രമേ ത്വക്കിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂട് ഉണ്ടാക്കുന്നതുമാണ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് മുകളിൽ പറഞ്ഞ പ്രസ്താവനകളൊക്കെ ശരിയാണ്. അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്നത് ആകെ ഉണ്ടായേക്കാവുന്നതിൻ്റെ നിശ്ചിത ശതമാനമാണ് ആപേക്ഷിക ഈർപ്പം. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആപേക്ഷിക ഈർപ്പം കൂടുതൽ ഉള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ നമ്മുടെ ത്വക്കിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതാണ്. അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂട് ഉണ്ടാക്കും. താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദി? മംഗലപ്പുഴ, ഇടമലയാർ എന്നിവയാണ് പെരിയാറിന്റെ പോഷക നദി. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദി. ചേരുംപടി ചേർക്കുക. ഹിമാലയത്തിന്റെ ഡിവിഷനുകളും ബന്ധപ്പെട്ടിരിക്കുന്ന നദികളുമാണ്. പഞ്ചാബ് ഹിമാലയം, ഇൻഡസ് ടു സത്ലജ്. കുമയൂൺ ഹിമാലയം, സത്ലജ് ടു കാളി. നേപ്പാൾ ഹിമാലയം, കാളി ടു ടീസ്റ്റ. ആസാം ഹിമാലയം, ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. സോ പഞ്ചാബ്, ഇൻഡസ്, സത്ലജ്, കുമയൂൺ, സത്ലജ് കാളി, നേപ്പാൾ കാളി ടീസ്റ്റ, ആസാം
ടീസ്റ്റ, ബ്രഹ്മപുത്ര. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ ഫസ്റ്റ് പഞ്ചാബ് വരുമ്പോൾ പഞ്ചാബിൽ നിന്നാണ് ആ ഭാഗത്തു നിന്നാണ് തുടക്കം. അപ്പോൾ നമ്മൾ ഇൻഡസും സത്ലജും ഓർക്കാം. അതുപോലെ തന്നെ ആസാം എന്ന് പറയുകയാണെങ്കിൽ ഈസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ലാസ്റ്റ് വരുന്നത് ബ്രഹ്മപുത്രയായിരിക്കും കേട്ടോ. സോ ടീസ്റ്റ, ബ്രഹ്മപുത്ര അങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് ഓപ്ഷൻസ് വഴി ആൻസറിലേക്ക് എത്താം. കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? മർദ്ദവ്യത്യാസങ്ങൾ, കോറിയോലിസ് ഇഫക്റ്റ്, ഘർഷണം. ഇവ മൂന്നും കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്നുണ്ട്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. ഒത്തുചേരുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകൾ അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളിലാണ് സംഭവിക്കുന്നത്. ഒത്തുചേരുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രജലങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. ഇപ്പം ഈ സമുദ്രഫലകങ്ങൾ വിധേയമാകുന്നത് സബ്ഡക്ഷനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ്? ഓപ്ഷൻ ബി ചെനാബ്. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം? ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ. ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത? ഓപ്ഷൻ എ NH-44. ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ചണം. ജോഗ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി ശരാവതി. പ്രസ്താവന എ. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങൾ ഉരയാത്ത സമുദ്ര പ്രതലത്തിലൂടെ ചരിക്കുന്നു. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവന ബി പ്രസ്താവന എ വിശദീകരിക്കുന്നു. അതായത് പ്രസ്താവന എ പറയുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിലേക്കാളും. അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങൾ ഉരയാത്ത സമുദ്രപ്രതലത്തിലൂടെ ചരിക്കുന്നു. പാറ്റ്ലാൻഡ്സ് എന്നതിൻ്റെ സ്വഭാവ സവിശേഷതയാണ് ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. പാറ്റ്ലാൻഡ്സ്, ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. ഈസോഹ ലൈൻസ് എന്നാൽ ഒരേപോലെയുള്ള ലവണാംശത്തെ സൂചിപ്പിക്കുന്ന വരകളാണ്. ഈസോഹ ലൈൻസ് ലവണാംശം. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഉഷ്ണകാലം. ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഹാൽഡിയ, അലഹബാദ്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? ഇലപൊഴിയും കാടുകൾ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഓപ്ഷൻ ഡി ആണ്. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ് ഹിമാലയം. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവയും കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങൾ വായിച്ച് വിള ഏതെന്ന് തിരിച്ചറിയുക. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഗോതമ്പാണ് വിളയിനം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം കിഴക്കൻ തീരസമതലം. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? കാവേരി. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ? സിന്ധു, നർമ്മദ, പെരിയാർ. ഹരിയാന പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? സിവാലിക്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് വിഴിഞ്ഞം. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം നാഗ്പൂർ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കാവേരി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്ന് പറയുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? മുംബൈ. 3 തലസ്ഥാനമുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഇന്ദിരാഗാന്ധി കനാൽ. പരുത്തി തുണി വ്യവസായത്തിന് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ അലൂമിനിയം, സിലിക്ക. താഴെ തന്നിരിക്കുന്നവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണമല്ലാത്തത്? ബസാൾട്ട്.
താഴെ തന്നിരിക്കുന്നവയിൽ മടക്കു പർവ്വതനിരയ്ക്ക് ഉദാഹരണം അറ്റ്ലസ് ആൽപ്സ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം മഴവെള്ളപ്പാച്ചിൽ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം യു.പി. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്നത് നഗരം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ലഡാക്ക്, സസ്കർ. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഡക്കാൻ പീഠഭൂമി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജ്ജം, ജൈവവാതകവും സൗരോർജ്ജവും, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. മണികരൺ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഉത്തര മഹാസമതലം. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന അക്ഷാംശ രേഖ ഉത്തരായന രേഖ 23.5° നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH-44. മുംബൈയെയും ബാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല കൊങ്കൺ റെയിൽവേ. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ലൂണി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? പരുത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗണ്ട് സിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ശ്രീനഗർ, കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക മേഖല ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത NW2. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8°4' നോർത്ത് മുതൽ 37°6' നോർത്ത് വരെ. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ദ്രാസ്. ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ലഡാക്ക്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. ദേശീയ ജലപാത 1 ബന്ധിപ്പിച്ചിരിക്കുന്നത് അലഹബാദ്, ഹാൽദിയ. വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നതെവിടെ? കർണാടക. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നതെവിടെ? ജാറിയ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തതെവിടെ? ദിഗ്ബോയ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ, മംഗലാപുരം. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ബസാൾട്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ പ്രവാഹത്തിനു കാരണമാകുന്നത് കാർബൺ ഡയോക്സൈഡ്. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാല് ഏത് നദിയിലാണ്? സത്ലജ്. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ്. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരി? ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതലമല എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏത്? നീലഗിരി. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകൾ. ജുമിങ് കൃഷിരീതി ചെയ്തുവരുന്ന മോൻപ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗങ്ങൾ കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ജ്യോതിഷ് മഠ അടുത്തകാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരാഖണ്ഡ്. ചേരുംപടി ചേർക്കുക. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി, സെയ്ദ് പഴം, റാബി ഗോതമ്പ്, ഒറൈസ സറ്റൈവ നെല്ല്. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ ഏത് പാളിയാണ്? അകക്കാമ്പ്. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. കബനി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി കാവേരി. ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം കാണ്ട്ല.
ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്തു സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് സുന്ദർബൻസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം സ്വർണം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഉപഗ്രഹങ്ങളിൽ പെടുന്നവ ബുധൻ, ശുക്രൻ. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് അസ്തനോസ്ഫിയർ. താഴെ തന്നിരിക്കുന്നവയിൽ മീസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതെല്ലാം? വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. കാരക്കോറം, സസ്കർ, പീർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം കാശ്മീർ ഹിമാലയം. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? കാപ്പി. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ഇളമ്പാരി മല. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാൻസിനസ് സി, സിംബലിയസ് എൻ. ജമ്മു കാശ്മീരിൽ ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏതു നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ചിനാബ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങൾക്കിടയിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? 30 ഡിഗ്രി. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ക്ലോറിൻ. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷൻ ആയ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. ഇന്ത്യയുടെ ധാതുകലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരവികസനം. 2023 G7 ഉച്ചകോടി വേദി ഹിരോഷിമ. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ക്യോട്ടോ പ്രോട്ടോകോൾ. ആനർ, ഗിർന എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദിയാണ്? താപ്തി. 1949 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ദുർഗ്. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റ് പാർവതക്കാറ്റ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ്. കർണാടകയിലെ ആദിപുഞ്ചനഗരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മയിൽ. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ പാളി മാന്റിൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനിപ്പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ക്രിസ്റ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപീകരിക്കപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഇൽമനൈറ്റ്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു: ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. സൂര്യനു ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്നത് പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് സൂര്യനും ഭൂമിയും അടുത്തായി. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. റിമോട്ട് സെൻസിംഗ് സാങ്കേതികവിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? കാക്കിനഡ, പുതുച്ചേരി. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് 66.5 ഡിഗ്രി. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പ്രൈം മെറീഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നുപോകുന്നത്? ഗ്രീൻവിച്ച്.
ഉത്തരായന രേഖ കടന്നുപോകാത്ത സംസ്ഥാനം ഒഡീഷ. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏതു പ്രദേശത്താണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്ക. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര് ലൂ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശൂർ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ 1ഉം 3ഉം തെറ്റാണ്. ശരി. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. അളകനന്ദ, ഭാഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമേത്? അകുൽഹാസ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1ഉം 4ഉമാണ് ശരി. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5½ മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധുവിന്റെ പോഷക നദിയാണ്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? NW3. 2 പ്രസ്താവനകൾ വായിക്കുക. ഇതിൽ ഏതാണ് ശരി? പ്രസ്താവന 2 ആണ് ശരി. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം തീവ്ര ഉപജീവന കൃഷി. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭ്യമാക്കാൻ കാരണമായതുമായ ഉച്ചമർദ്ദ മേഖല മാസ്കരീൻ ഹൈ. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ആണ് പശ്ചിമഘട്ടം. ഓവർലാപ്പോടു കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖ കോണ്ടൂർ. ഡോഡോബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്ന്. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊൽക്കത്ത. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഹംബൾട്ട് പ്രവാഹം. ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും കുറയ്ക്കുന്നതിന് ലക്ഷ്യം വെച്ചത്? മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? സ്പേഡെക്സ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ്. സഹാറ മരുഭൂമിയിലെ ഹെർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകരമാവുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റയ്ക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദി ഗോദാവരി ഡെൽറ്റ. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ.